കടലും മാമലയാറുകളും എല്ലാം കർത്താവിനെ പാടിസ്തുതിക്കുകയാണ്. ഇതാ ഞങ്ങൾ എല്ലാവരും ഈ വേദിയിൽ ഒത്തുചേർന്നിരിക്കുകയാണ് കർത്താവിനെ പാടിപ്പുകഴ്ത്തുവാനായി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ മത്സരങ്ങളും മ്യൂസിക് ക്വിസും എല്ലാം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ പ്രിയങ്കരായ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമുക്കേവർക്കും പ്രിയപ്പെട്ട ഫാദർ ആന്റണി ഉർലിയാനിക്കൽ CMI, മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് ജോസഫ്, പ്ലേബാക്ക് സിംഗർ സിസിലി എബ്രഹാം, പ്രിൻസ് ജോസഫ് ലീഡ് ചെയ്യുന്ന ഓർക്കസ്ട്ര ടീമിനെയും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഏവരും കാത്തിരുന്ന ഇന്നത്തെ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യുന്നു സമേറ ഡേവിസ്. സമേറ കുട്ടി എന്തോ നല്ല സുന്ദരിയായിട്ടുണ്ട്, ലുക്കിംഗ് വെരി പ്രിറ്റി. ഏത് പാട്ടാ പാടുന്നത്? ഏത് റൗണ്ടിലാണ് പാടുന്നത്? സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ആനന്ദമാണ് ഇരിക്കുന്നു. നല്ല ടഫായിട്ടുള്ള പാട്ടാണോ? രാഗ ബേസ്ഡ് ആണോ? കുറച്ച് ടഫാണ്. കുറച്ച് ടഫാല്ലേ? ആരോ പഠിപ്പിച്ചത് പാട്ട്? പാട്ട് സാറ് അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു അല്ലേ? അപ്പൊ നല്ല ചിരിച്ച് മിടുക്കി കുട്ടിയായിട്ട് കോൺഫിഡന്റ് ആയിട്ട് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് സമീറ.
സൃഷ്ടിതരിയാനന്ദമാണിരിക്കുന്നു നിങ്ങൾ താരയതിൽ കൈകൂപ്പി കുരിശു വരയ്ക്കുമ്പോൾ ആശ്വാസമാണിരിക്കുന്നു പാവന രൂപം ദീപം പോൽ മനസ്സിരിക്കുമ്പോൾ ആനന്ദമാണിരിക്കുന്നു. സമീര, എന്തോ എന്ത് പാട്ടാ ഇത്? ഒന്നും നിർത്താൻ പോലും ഇടയില്ലല്ലേ? ഭയങ്കര ഡിഫിക്കൽട്ട് സോങ് പോലെ തോന്നി എനിക്ക്. എങ്ങനെയുണ്ടായിരുന്നു സമീര പാടിയിട്ട്? എന്ത് തോന്നി? ഒരുപാട് എന്തോ കുറച്ച് പിച്ചോട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ? സംശയമുണ്ട് അല്ലേ? നമുക്കത് ജഡ്ജസിനോട് ചോദിക്കാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അതായത് ഒരുപാട് വാക്കുകളും ഒരുപാട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ബ്രീത്ത് എടുക്കാനുള്ള സ്പേസ് ഇല്ലാത്ത ഒരു പാട്ടാണ്. പക്ഷെ അത് അങ്ങനെ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചാലഞ്ച് അല്ലേ? നമുക്കുള്ള ചാലഞ്ച് ആ പാട്ട് നന്നായിട്ട് പാടി തീർക്കുക എന്നുള്ളതാണ്. അപ്പോ സമീറ എങ്ങനെ ഈ ഒരു ചാലഞ്ചിങ് സോങ് പാടി എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സുർലിയാനിക്ക് വെച്ച നല്ല പാട്ടാ നമ്മൾ പാടി കേട്ടോ. നല്ല പാട്ടാ. സെമി ക്ലാസിക്കൽ റൗണ്ട് സാധാരണ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള, നമ്മൾക്ക് മാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻസിനും അതങ്ങനെയാണ്. കാരണം നമ്മളിങ്ങനെ പരിചയമില്ലാത്ത ഒരു റൗണ്ടാണത്. നമുക്കൊരു പാട്ട് പഠിക്കാൻ, സാധാരണ പാട്ട് ലളിതഗാനം പഠിക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ ഇത് വളരെ എക്സ്ട്രാ കമ്മിറ്റ്മെന്റ് ആവശ്യമുണ്ട്, എല്ലാവർക്കും ആവശ്യമുണ്ട്. പിന്നെ അതിന്റെ വരികൾ മനസ്സിലാക്കാനും ട്യൂണും അതിന്റെ സംഗതികളും സ്വരസ്ഥാനങ്ങളും. എന്നാലും മോള് നന്നായിട്ട് പരിശ്രമിച്ചു കേട്ടോ, വളരെ നന്നായിട്ട്. ഒരു എക്സ്ട്രാ കമ്മിറ്റ്മെന്റ് മോള് എടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി സൂക്ഷ്മത വേണം ഈ പാട്ടിന്. ഇപ്പൊ രാഗ ബേസ്ഡ് പാട്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും അൽഫോൺസ് ഒക്കെ കറക്റ്റ് ചെയ്യുന്ന പോലെ രാഗത്തിന്റെ വരികൾ നമ്മൾ ഒത്തിരി സ്വന്തമാക്കുമ്പോഴാണ് അത് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് പാടാൻ പറ്റുള്ളൂ. മോളുടെ സ്റ്റൈലിൽ മോള് നന്നായി പാടി കേട്ടോ. പിന്നെ മോൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഒത്തിരി വർദ്ധിച്ചു. പണ്ടത്തെ ആ സമീരയല്ല, അതിനൊക്കെ തിരിച്ചിരിക്കാനൊക്കെ തുടങ്ങി. നല്ല കാര്യം കേട്ടോ. ബ്രീതിങ് ആ പ്രോബ്ലം. ബ്രീതിങ് ഈ പാട്ടിന് ഏറ്റവും ആവശ്യമുള്ള ബ്രീതിങ് ആണ്. കാരണം ഒത്തിരി വരികളുണ്ട്, ഇങ്ങനെ കിടക്കുമല്ലേ അത്. പക്ഷെ കൃത്യം കാൽക്കുലേറ്റ് ചെയ്ത് പോയാലേ പാടാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് ആശ്വാസം ഇങ്ങനെയുള്ള റിതം കുറച്ച് കൺട്രോൾ ചെയ്യണം കേട്ടോ മോളെ. റിതം ചെറുത്തൊക്കെ വലിയുന്നുണ്ട്. അനുപല്ലവി മോള് വളരെ നന്നായിരുന്നു. ഇത് ഇവിടെ ഇല്ലേ ചാടനം കഴിയുമ്പോ അത് പഠിക്കും. നിന്റെ അനശ്വര ജീവിതമാർഗം ഉച്ചട പുണ്യനിദാനം, നിന്റെ അനുഗ്രഹമേകും ജീവൻ ഉത്സവമായി കൊണ്ടാടും. ഇപ്പൊ നന്നായി മോൾ. ആദ്യം ഓപ്പൺ മൗത്ത് വന്നപ്പോ അത് വളരെ ഡിഫറെന്റ് ആയത് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു ഞാൻ ശ്രദ്ധിച്ചത്. ഈ സ്റ്റൈല് പാട്ടുകൾ കൂടുതൽ പഠിക്കേണ്ടി വരും. കുറച്ചുകൂടെ ശ്രമിച്ചാൽ മോൾക്ക് നന്നായിട്ട് പാടും. നല്ല മോളുടെ റേഞ്ചൊക്കെ നല്ല കേട്ടോ. വോക്കൽ റേഞ്ചൊക്കെ നന്നായിരുന്നു. അതിലും കുഴപ്പമില്ല. ഓക്കെ മോളെ, ശ്രമിക്കുക കേട്ടോ. താങ്ക് യു അച്ഛാ. അൽഫോൺസ് ചേട്ടാ, സമീറ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ശരിക്കും കാണുന്നുണ്ട് സമീറയുടെ പാട്ടില്. ആദ്യം ഉണ്ടായിരുന്ന പാട്ടുകളിൽ നിന്നും പെർഫോമൻസിലും സ്റ്റേജിൽ നിൽക്കുമ്പോഴുള്ള രീതിയിലെല്ലാം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ കോൺഫിഡൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റൗണ്ടിന്റേതായ ചില കാര്യങ്ങള് നമ്മള് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിന്റേതായ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിലും ഒരു വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും ആദ്യം പാടിയതിൽ നിന്നും. പിന്നെ ഞാൻ ഓർത്തൊരു കാര്യം, അത് അച്ഛൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ആ അകാരം പാടുമ്പോഴത്തേക്കും ഒരു ആയിട്ടല്ല ഇവിടെ കേട്ടത്, ഒരു ആയും എയും കൂടി ചേർന്ന് ഒരു അപ്പം ആയിട്ട് കേൾക്കണം. മനസ്സിലായോ? ആയിട്ട് തന്നെ അത് പാടാനായിട്ട് ശ്രമിക്കണം. മനസ്സിലിരിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ആ വാക്ക് പറയാൻ പറ്റുന്നില്ല. അതൊന്ന് പഠിക്കേ. ആനന്ദമാണിനിക്കെന്നും നിങ്ങൾ താരയതിൽ കൈകൂപ്പി കുരിശു വരയ്ക്കുമ്പോൾ ആശ്വാസമാണിനിക്കെന്നും നിൻ പാവന രൂപം ദീപം പോൽ മനസ്സിലിരിക്കുമ്പോൾ. ഇപ്പൊ കുഴപ്പമില്ല. പാടി അങ്ങ് വരുമ്പോ മേ ബി അതിന്റെ ടെമ്പോ ആണോ എന്താണെന്ന് അറിയത്തില്ല, അതിലേക്ക് മനസ്സിലിരിക്കുമ്പോ
മനസ്സിലിരിക്കുമ്പോൾ അത് വാക്ക് അങ്ങോട്ട് ക്ലാരിറ്റി വന്നില്ല പല സ്ഥലത്തും. 2-3 റിപ്പീറ്റേഷനിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ ഇതിന്റെ ലോ രജിസ്റ്ററിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അത് ആ മോളുടെ ആ ശ്രുതി ലോവർ പാർട്ടിലേക്ക് കുറച്ച് സ്ട്രെങ്ത് കുറവുണ്ട്. അപ്പൊ അത് നോക്കി വേണം പാടാനായിട്ട്. അവിടെ ഒന്ന് ഇച്ചിരി ബലം കൊടുക്കണം മേ ബി, അല്ലെങ്കിൽ മൈക്ക് ഇച്ചിരി അടുത്ത് പാടുകയോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യണം. കാര്യം ആ ഭാഗം വരുമ്പോഴത്തേക്കും സൈലന്റ് ആവാണ്. മനസ്സിലായ? കേൾക്കാൻ പറ്റുന്നില്ല ആ ഭാഗം. ഇത് ഏതായിരുന്നു രാഗം? ഹംസധ്വനി. ഹംസധ്വനിയുടെ ആരോഹണം നമ്മൾ എങ്ങനെ പാടുക? ആ നീ ശ്രദ്ധിച്ചോണേ. നീസ നീസ അല്ല, നീസ. മോള് പാടിയത് ചിന്താമലയിൽ സനിരി സനിപ്പ സനി, അതാ വരേണ്ടത്. ഒന്ന് പാടാവോ ആ ഭാഗം? അവിടെ എന്തൊരു പ്രശ്നമുണ്ട്. അവിടെ വേറെ സ്വര വരുന്നത്, ആ രാഗത്തിന്റെ സ്വരമല്ല വരുന്നത്. എന്തായാലും മോളുടെ ഭാഗത്തുനിന്ന് ഇത് പാടി കേൾക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. കാരണം കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ ഇമ്പ്രൂവ്മെന്റിൽ നിന്ന് നമ്മൾ നിൽക്കാൻ പാടില്ല. ഇതിൽ നിന്ന് കുറെ പെർഫെക്ഷനിലേക്ക് വരാനുണ്ട് കുറച്ചും കൂടെ. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിന് പ്രാക്ടീസ് ചെയ്യണം റെഗുലറായിട്ട്. മോള് എന്തോരം പ്രാക്ടീസ് ചെയ്തു ഈ പാട്ട് പാടാനായിട്ട്? പാട്ട് കേട്ടു, പിന്നെ സ്വരങ്ങള് പാടി. അത് പിന്നെ സാധകം ചെയ്തു. ബ്രീത്ത് എക്സസൈസ്. വെരി ഗുഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കണ്ണീർ മണികളിലും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് പ്രത്യേകിച്ച് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സോങ് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് അവസാനിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവും. എന്റെ ദൈവം ഇനി ഒരു ലൈനും കൂടി ഉള്ളു, ആ ലൈനോട് കൂടി പാട്ട് തീർന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പാടി വരുമ്പോ ആ ലാൻഡ് ചെയ്യണ നോട്ട് ചിലപ്പോ മാറിപ്പോവും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞ അങ്ങോട്ട് കയറിപ്പോയി നിർത്തിയപ്പോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നിർത്തുന്ന ആ നോട്ട് വരേക്കും, എവിടെ പാട്ട് വന്ന് എൻഡ് ചെയ്യണ വരേക്കും നമ്മളുടെ ശ്രദ്ധ ഫുള്ളായിട്ട് ഉണ്ടാവണം. പാട്ട് തീർന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോകരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. സിസിലി. സമീറ. എന്തോ? അയ്യോ, നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ മോളെ. പ്രത്യേകിച്ച് മോളുടെ ആദ്യത്തെ റൗണ്ടുകളിൽ നിന്ന് മോളെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് മാത്രമല്ല, ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും പേരന്റ്സിനും ഒക്കെ അത് ഡിഫറൻസ് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരുപാട് വ്യത്യാസം മോളുടെ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഡ്രസ്സിങ്ങിലാണെങ്കിലും ആ ഒരു സങ്കടഭാവം ഒക്കെ മാറി കുറച്ചും കൂടെ ബ്രൈറ്റ് ആയി മോള് കേട്ടോ. ഒരുപാട് സന്തോഷം. ആ എഫേർട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മളിങ്ങനെ ഇരുന്ന് ഓരോ കുട്ടികളുടെ പെർഫോമൻസ് കാണുമ്പോഴും ശരിക്കും നമുക്കത് മേക്ക് ഔട്ട് ചെയ്യാം. എഫേർട്ട് എടുക്കുന്ന പിള്ളേരും അതല്ല കുറച്ച് ഈസി ആയിട്ട് പാടുന്നവര് നമുക്ക് പ്രത്യേകിച്ച് ഇത് മനസ്സിലാവും. അപ്പോ മോളുടെ എഫേർട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാ പാട്ടുകൾക്കും മോള എഫേർട്ട് എടുത്ത് പാടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. എനിക്ക് ഈ പാട്ടില് മോളുടെ കഴിഞ്ഞ പെർഫോമൻസിൽ നിന്നൊക്കെ ബെറ്റർ ആയിരുന്നു. പക്ഷെ എന്നാലും ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ ഈ പാട്ടിന് ഒരുപാട് സ്പീഡ്, വാക്കുകളെ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കുന്നില്ല, പിന്നെ ഓടുകയാണ് ഇങ്ങനെ ആശ്വാസം. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് പറയാനുള്ള സ്ഥലം പോലും ഇല്ല. അത്രയ്ക്കും സ്പീഡ്. നമ്മൾ പാടി നോക്കുമ്പോ ചിലപ്പോ ഒറിജിനലിന് ഇപ്പം ആ സിംഗറിന് അത് പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ആലോചിച്ചപ്പോ അത് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്കത് പാടാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പാടുന്നതാണെങ്കിൽ അത് കുറച്ചോളൂ, സാരമില്ല. നമ്മുടെ ഒരു കംഫർട്ടബിലിറ്റി ആണ് ഏറ്റവും അത്യാവശ്യം. അനുപലവിയിലെ ആ ഒരു ആ പോർഷനും കൂടി ഒന്ന് പാടാമോ? നിന്റെ അനശ്വര ജീവിത മാർഗം ഉത്കട പുണ്യനിദാനം, നിന്റെ അനുഗ്രഹമേകും ജീവൻ ഉത്സവമായി കൊണ്ടാടും. ഇപ്പൊ ഉത്സവമായി കൊണ്ടാടും. ഈ വാക്കുകളൊക്കെ എന്ത് ബ്രൈറ്റ് ആയിട്ടാണ് കേൾക്കുന്നത്. ലിറിക്സിന് നല്ല പ്രാധാന്യമില്ലേ? നമ്മള് ലിറിക്സ് കേട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു പാട്ട് വെറുതെ ഇങ്ങനെ പാടിപ്പോയി എന്നല്ലാതെ നമുക്കത് പാട്ട് ഉൾക്കൊള്ളാനേ സാധിക്കില്ല കേട്ടോ. അപ്പൊ ആ സ്പീഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നി. പല സ്ഥലത്തും ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, എനിക്കൊന്നും മനസ്സിലായില്ല വാക്കുകള്. മനസ്സിലിരിക്കുമ്പോൾ അതും ഇങ്ങനെ ഓടിപ്പോവാണ്. മനസ്സിലിരിക്കുമ്പോൾ ഒന്ന് പാടി അത് മുഴുവിക്കാൻ പറ്റിയില്ല. ആനന്ദ കഴിഞ്ഞിട്ട് പിന്നെ എന്താ? കൈകൂപ്പി ആനന്ദമാണിരിക്കുന്നു നിൻ
നിന്നൾത്താരയതിൽ അല്ലെ? അത് കേട്ടില്ല. പിന്നെ ചരണം ഒന്ന് പാടാമോ? മൂടുന്നു അവിടെ തൊട്ടൊന്ന് പാടാമോ? മൂടുന്നു കണ്ണീർ മണികൾ പ്രാർത്ഥന നേരും സന്ധ്യാനേരം ഇരുളിതു നീങ്ങും. അതെന്താ വാക്ക്? ഇരുളിതു നീങ്ങും. ഓക്കെ, ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. കുറെ വാക്കുകൾ നമുക്ക് വ്യക്തമാവാതെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് ബെറ്റർ ആയിരുന്നു മോളെ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒക്കെ ഒരുപാട് ബെറ്റർ ആയി. ഇനി ഇംപ്രൂവ് ചെയ്ത് വരണം കേട്ടോ. കാരണം ഈ ഒരു സ്റ്റേജ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ, നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു വേദി. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മോൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് ഇനിയും പാടാൻ സാധിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുസ്മി. സമീറ ഇംപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞല്ലേ എല്ലാ ജഡ്ജസും? സന്തോഷായില്ലേ? പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അവര് പറഞ്ഞു ഇനി ഇംപ്രൂവ് ചെയ്യാനുള്ള കഴിവ് സമീരക്കുണ്ട്. അതിന് അവരെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണേലും ഇന്നത്തെ പെർഫോമൻസിന്റെ മാർക്സ് ചോദിക്കാം. ഉരുളിയാനിക്കലച്ച 7.5 out of 10. Alfonseta? Seven out of 10. Cicely? Seven again, and the total score is 21.5 out of 30. നല്ല സ്കോറാണ്. സമീറയുടെ അടുത്ത സ്കോർ ഇതിലും കൂടുതലായിരിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രാക്ടീസ് ചെയ്യില്ലേ? കാരണം എഫേർട്ട് എടുക്കുന്ന കുട്ടിയും തന്നെയാണ് ജഡ്ജസ് പറഞ്ഞത്. അപ്പൊ ആ ഒരു എഫേർട്ട് അടുത്ത റൗണ്ട്സിലേക്കും എടുക്കണം. ഓക്കെ സമീറ, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ പെർഫോമൻസസ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ അടുത്തതായി വരുന്നു സോണിയ സണ്ണി. സോണിയ ഏത് റൗണ്ടാ പാടുന്നത്? ആരാധനയുടെ റൗണ്ട്. ഏത് പാട്ടാണ്? ആരാധനയ്ക്കേറ്റ യോഗ്യനായവന്. ആരാധനയ്ക്കേറ്റ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് എപ്പോഴും നമ്മൾ പള്ളിയിൽ ആരാധനയ്ക്കോ അല്ലെ കുർബാനയ്ക്കോ ഒക്കെ പാടി കേൾക്കുന്ന പാട്ടാണല്ലേ? എല്ലാവർക്കും നല്ല പോപ്പുലർ ആയിട്ടുള്ള പാട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? പള്ളി പാടുന്നതാണോ ഇത്? പാടുന്നതാണ്. അപ്പൊ പിന്നെ കുറച്ചുകൂടെ എളുപ്പമായി അല്ലേ? ഓൾറെഡി പഠിച്ച പാട്ടാണ്. അപ്പൊ മത്സരത്തിന് വേണ്ടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കാണും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സോണിയയ്ക്ക് പ്രാക്ടീസ് ചെയ്ത പോലെ പള്ളിയിലൊക്കെ നന്നായിട്ട് പാടുന്ന പോലെ തന്നെ ഈ സ്റ്റേജിലും പാടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോണിയ, ഓൾ ദി ബെസ്റ്റ്. സോണിയ, എന്തോ വൺസ് അഗെയിൻ ഈ പാട്ട് എടുത്തതിൽ ഒരുപാട് താങ്ക്സ്. ഞങ്ങൾ എല്ലാവരും കൂടെ പാടി ആരാധിച്ചു ഈശോയെ. അതിലൊരുപാട് താങ്ക്സ്. ഇനി ഈ സ്റ്റേജിൽ ഈ റൗണ്ടിൽ സോണിയ ഈ പാട്ട് എങ്ങനെ പാടി എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. അൽഫോൺസേട്ടാ. സോണിയ, എന്തോ ഇന്നത്തെ പാട്ട് നന്നായിട്ട് പാടി. എനിക്ക് പതിവിൽ നിന്ന് വിപരീതമായിട്ടുള്ള ചില അനുഭവം എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തു. കുറെ ഭാഗങ്ങളിലെ ശ്രുതിയുടെ ഒരു പ്രശ്നം ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ തൊണ്ടയ്ക്ക്? അപ്പൊ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. കാര്യം ഓരോ ലൈനിന്റെ എൻഡിലൊക്കെ കൂടുതലും ഷാർപ്പാവാനുള്ള ഒരു ടെൻഡൻസി ഞാൻ കണ്ടത്. ആദ്യത്തെ അതിനകത്ത് യോഗ്യനായവനെ എന്ന് പറഞ്ഞിടത്ത് ഇച്ചിരി ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ അനുപല്ലവിയില് കാണുന്നു, അവിടെ ഷാർപ്പായിട്ട് നിന്നു. പിന്നെ ഈ കൊച്ചു പറഞ്ഞിടത്ത് അവിടെ ഇച്ചിരി ഷാർപ്പായിട്ട് തുടങ്ങി. ചരണത്തിലും നിനക്കേകിടാനായി അവിടെയും ഇങ്ങനെ ഉയർന്നു പോകാനുള്ള ഒരു ടെൻഡൻസി. അതിമോദം ഞാൻ പാടാന്ന് പറയുമ്പോഴും അവിടെ ഷാർപ്പായിരുന്നു. ലാസ്റ്റ് പല്ലവി കുറേയധികം പ്രശ്നങ്ങൾ. സന്നിധിയില് ഷാർപ്പായിരുന്നു. കാഴ്ചകൾ എന്ന് പറഞ്ഞിടത്ത് ഫ്ലാറ്റായി. അവിരാമം, ആരാധന അവിടെയൊക്കെ ഫ്ലാറ്റായി. കൊണ്ട് നിർത്തിയെടുത്തും ഫ്ലാറ്റായിട്ട് വന്നത്. അപ്പം ഉള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് കേൾവി, നമ്മൾ പാടുന്നത് നമ്മൾ കേൾക്കണം. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചെവിയിൽ ഉണ്ടാവണം. ഞാൻ പറയും,
ഓരോ ചെവിയിലും ഓരോ കാര്യങ്ങൾ ചേർത്ത് വെക്കണം. ഒന്ന് കീബോർഡിനകത്ത് അല്ലെങ്കിൽ ബാക്കിംഗ് എന്താണോ ആ ട്രാക്ക് ഒരു ചെവിയിൽ വളരെ കൃത്യമായിട്ട് ഉണ്ടാവണം. മറ്റേ ചെവിയിലൂടെ നമ്മൾ പാടുന്നത് കേൾക്കണം. ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ, ഇത് പ്രോപ്പർ ആയിട്ടാണോ പോണേന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ കാര്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ഒരു ഏരിയയില്. കാര്യം അവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പോയി, നമുക്ക് പിന്നെ കൺട്രോൾ ഇല്ല നമ്മൾ പാടുന്നതിനകത്ത്. അപ്പൊ മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം മോളുടെ ചില പാട്ടുകൾ ഞാൻ കേട്ടതൊക്കെ എനിക്ക് ഭയങ്കര ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഇന്നത്തെ പെർഫോമൻസിൽ കേട്ടോ. അതൊരു സിമ്പിൾ പാട്ടല്ലേ. അത് മാത്രമല്ല ഈ ഒരു സോങ്ങിന്റെ പ്രത്യേകത നമ്മൾ അതിന്റെ സംഗതികളും കാര്യങ്ങളും വരികയെന്നതിനേക്കാളും അതിന്റെ ഭാവമാണ്. ഒന്ന് പാടാവോ പല്ലവി? ആരാധനക്കേറ്റം യോഗ്യനായവനേ. ആ ലൈൻ തന്നെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് അതിന്റെ ഒരു ഭാവം ഒന്ന് ഓർത്തിട്ടൊന്ന് പാടിക്കേക്ക്. ഒരു ഫീല് വരണം അതിനകത്ത്. ആരാധനക്കേറ്റം യോഗ്യനായവനേ എന്ന് പാടുന്നതും ആരാധനക്കേറ്റം യോഗ്യനായവനേ ചെറിയൊരു നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീല് കൊണ്ടുവരാം. ഡൈനാമിക്സ് യൂസ് ചെയ്യാം. ആ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തൊക്കെ അങ്ങനെയുള്ള കുറച്ച് അപ്ലിക്കേഷൻസ് ഇതിനകത്ത് കൊണ്ടുവന്നാലേ ഈ പാട്ട് നമുക്ക് ഫീൽ വൈസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കാര്യം അധികം കസർത്തുകളൊന്നുമില്ല, വലിയ സംഗതികളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആകെ കൂടെ ഉള്ളത് ആ ഒരു ഫീല് കൊണ്ടുവരണം പാട്ടിന്റെ സോൾ. ഇങ്ങനൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടൊന്ന് പാടി നോക്കിക്കേ. ഓക്കെ, ആ തുടക്കം തന്നെ ഒന്ന് ആലോചിക്കേ. ആരാ എന്നല്ലാതെ ആരാധനയ്ക്ക് കുറച്ചു ഉള്ളിൽ നിന്ന് വരുന്ന പോലെ അങ്ങനെ ഒന്ന് തുടങ്ങി നോക്കിയേ. ആരാധനക്കേറ്റം യോഗ്യനായവനേ. ആ ഒരു ലൈനാണ് ആയവനേ. അവിടെ വേണമെങ്കിൽ പതുക്കെ ഇങ്ങനെ വോളിയം ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. എന്ന് പറയുന്നത് ആയവനേ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യണം. പിന്നെ ശ്രുതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. എന്തായാലും മോൾ കുറച്ചും കൂടി ഒന്ന് വർക്ക് ചെയ്യണം ഇങ്ങനെയുള്ള പാട്ടുകളിൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. സിസിലി മോളെ, ഈ പാട്ടില് ഞാനും ദേ യോഗ്യനായവനെ ഷാപ്പായി, ബലിവേദിയിൽ എന്നും ഷാപ്പായി, പിന്നെ അങ്ങേ സന്നിധിയിൽ അവിടെ ഷാപ്പായി, ഇടയ്ക്ക് ഫ്ലാറ്റായി. ഇത് തന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് സ്ഥലത്ത് ഷാപ്പ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു പാട്ടില്. എനിക്ക് തോന്നുന്നു മോൾ ഇച്ചിരിയും കൂടി ഒന്ന് ഫീൽ ചെയ്ത് പാടുവായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഇച്ചിരി ഒന്ന് മാറി കിട്ടിയേനെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാല് പ്രത്യേകിച്ച് ആരാധനയുടെ പാട്ടുകള് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ സംഗീതം നമുക്ക് തന്നു എന്നുള്ളതാണ്. കർത്താവ് നമുക്ക് ടാലന്റ് ഓഫ് മ്യൂസിക് തന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമുക്കിപ്പോ ചില സമയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കർത്താവിനോട് നന്ദി പറയണം എന്നൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ആരാധിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ അധരങ്ങൾ കൊണ്ട് പറഞ്ഞ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പൊ ആ നിൽക്കുന്ന നിപ്പിന് നമുക്കൊരു പാട്ട് പാടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇച്ചിരി ഒരു സമാധാനം കിട്ടും. അപ്പൊ ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് റൂമിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ആരാധിക്കുന്ന സമയത്താണെങ്കിലും ഒരു പാട്ട് പാടാൻ നമുക്ക് സാധിക്കൂലേ. പെട്ടെന്ന് ഡാൻസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ല ചില സ്ഥലത്ത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ടാലന്റ് ആണ്. ആരാധനയ്ക്ക് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു കാര്യം ഈ പാട്ടിലൂടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം എന്നുള്ള. അപ്പൊ ആ പാടുമ്പോ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടൊന്ന് പാടുമായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടി ഒന്ന് ഈ മോഡുലേഷൻ അതൊന്ന് കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ഷാർപ്നെസ് ആവാനുള്ള ടെൻഡൻസി ഇച്ചിരി ഒന്ന് മാറി കിട്ടിയേനെ എന്ന് എനിക്ക് തോന്നി. ഈ പാട്ടിൽ അത്യാവശ്യം വേണ്ടത് മറ്റ് ടെക്നിക്കൽ സൈഡിനേക്കാളും ഒക്കെ ഒരുപാട് ആ ഫീൽ ഉൾക്കൊണ്ട് പാടിയിരുന്നെങ്കിൽ ഒരുപാട് ബെറ്റർ ആയേനെ കേട്ടോ. അപ്പം സോണിയ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡ് ആവണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. പാട്ടിന്റെ ഫീൽ എന്താന്ന് മനസ്സിലാക്കി ആ ഫീൽ ഉൾക്കൊണ്ട് പാടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സിസിലി. ഉരുളിയനിക്കൽ അച്ഛ. എന്നാ സോണിയ വിശേഷമൊക്കെ? നല്ല വിശേഷം. പ്രോഗ്രാംസ് ഒക്കെ കണ്ടവരെന്ത് പറഞ്ഞു? കുഴപ്പമില്ലാതെ പാടുന്നു. എല്ലാവരും അതാണ് കുഴപ്പമില്ലാന്ന്. കുറച്ചൊക്കെ ശ്രദ്ധിക്കാനുണ്ടെന്ന്. എന്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേ? അകാരം, പിച്ചിന്റെ കൺസിസ്റ്റൻസി, ഫീല് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞതെല്ലാം വന്നില്ലേ? നാട്ടുകാരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടല്ലേ?
അപ്പൊ എന്തോ ഒരു കറക്ഷൻ നമുക്ക് ആവശ്യമുണ്ടെന്ന് അർത്ഥം. ഇവർ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്തു മോളെ. മോൾക്ക് നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്, നല്ല ടാലന്റ്. മോൾക്ക് നല്ല എനർജിയുള്ള ശബ്ദമാണ്. എനിക്ക് തോന്നിയെടുത്തോളം ഇത്രയും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാരണം, മോൾക്കൊരു പർട്ടിക്കുലർ സ്റ്റൈലുണ്ട് സിംഗിങ്ങിന്, ഒരു സ്വരഘടന, മോളുടെ ഒരു സ്റ്റൈലുണ്ട് മോൾക്ക്. അതിലിങ്ങനെ നിൽക്കുവാണ്. അത് ചിലപ്പോൾ ചില ഇങ്ങനെയുള്ള സ്റ്റൈല് ചിലപ്പോൾ പാട്ടിന്റെ ആ സൗന്ദര്യം നഷ്ടപ്പെടുത്തും. പാട്ടിന് ശോഭയുണ്ടല്ലേ, നമ്മൾ ഉടുപ്പിട്ടിരിക്കുന്ന പോലെ നമ്മുടെ പാട്ടിന് ഒരു സൗന്ദര്യമുണ്ട്, എല്ലാ പാട്ടിനുണ്ട്. ആ സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു വരുന്നില്ല. അൽഫോൺസ് ഉപയോഗിച്ച വാക്കുണ്ട് ഡൈനാമിക്സ്. എന്താ മോളെ അർത്ഥം? പാട്ടിന്റെ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എനർജി അല്ലേ. അതിന് കൊടുക്കേണ്ട ചില സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ട ചില എനർജി, ചിലയിടത്ത് കൊടുക്കേണ്ട ചില എനർജി കുറവ്, ഇങ്ങനെ ഒരു വേരിയേഷൻ ആണ് പാട്ടിന്. അത് നമുക്ക് ഒരിക്കലും നമ്മുടെ വായു കൊണ്ടോ ശബ്ദം കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മറിച്ച് ഓൺലി നമ്മുടെ എയർ പ്രഷർ, നമ്മുടെ എയർ ആണല്ലോ, നമുക്ക് വായുവിന്റെ നിയന്ത്രണത്തിലൂടെ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അത് മോൾക്കൊന്ന് പരിശീലിച്ചാൽ മോളുടെ സിംഗിങ് ഒത്തിരി വ്യത്യാസപ്പെടും. മോളൊന്ന് പഠിക്കുന്നത് വീണ്ടും താഴേക്ക്. മോളിത് എല്ലാ ദിവസവും എക്സസൈസ് 10 പ്രാവശ്യം ചെയ്താൽ മതി. നമ്മൾക്ക് നല്ല എയർ കൺട്രോൾ, പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോ ഈ മോളെ റോ ചെയ്തോളെ ആയവനേ ഓ എന്നുള്ള ശക്തി ഉണ്ടല്ലോ, അങ്ങനെ നിർത്തുന്നില്ലേ, അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അടുത്ത റൗണ്ടില് ഇതിൽ എല്ലാ ദിവസവും 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാൽ മതി. നല്ല വ്യത്യാസമായിരിക്കും. താങ്ക് യു അച്ഛ. സോണിയ, എന്തുമാത്രം പ്രഷ്യസ് ആയിട്ടുള്ള ക്ലാസ് ആണെന്നറിയാം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ലക്കിയാണ് നിങ്ങൾ എല്ലാവരും, കണ്ടസ്റ്റൻസ് എല്ലാവരും. ഈ ഓരോ എക്സസൈസ് ഇപ്പൊ അൽഫോൺസ് ചേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും സിസ്ലി ചേച്ചി ആണെങ്കിലും എന്തോരം കാര്യങ്ങളാണ്, ക്ലാസ്സസ് ആണ് പറഞ്ഞു തരുന്നത് അല്ലേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലൈസ് ചെയ്താണ് ക്ലാസ് അല്ലെ. എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും ഓരോ കണ്ടസ്റ്റന്റിനും. ഇത്രയും നല്ലൊരു ക്ലാസ്സും ലെസൺസും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഇതൊക്കെയാണേലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ഹോപ്പ് ചെയ്യാം. അതിനു മുൻപേ നമുക്ക് ഇന്നത്തെ സ്കോർ ചോദിക്കാം. മാർക്ക് തരുന്നതിന് മുമ്പ് അൽഫോൺസ് ആയിട്ട് അച്ഛ നമുക്ക് ഒന്ന് ചേർന്ന് ഈ പാട്ടൊന്ന് പാടിയാലോ? സോണിയ, നമുക്ക് എന്തായാലും മാർക്ക് ചോദിക്കാം. അൽഫോൺസ് ഏട്ടാ, ഔട്ട് ഓഫ് 10? Seven out of 10. Sicily? $7.5 out of 10. Urlianigal acha. $7 out of 10. And ഇന്നത്തെ ടോട്ടൽ സ്കോർ 21.5 out of 30. കുഴപ്പമില്ലാത്ത സ്കോറാണ്. പക്ഷേ സോണിയയുടെ ഇതിലും ഗംഭീര പെർഫോമൻസസ് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതിലും നല്ല പെർഫോമൻസസ് ഇനിയും ചെയ്യാൻ കഴിയുമെന്ന്. സോ നെക്സ്റ്റ് റൗണ്ടിൽ ഇപ്പൊ ഒരുപാട് കറക്ഷൻസും നല്ല നല്ല ക്ലാസ് ട്രെയിനിങ് ഒക്കെ കിട്ടിയില്ലേ. അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് വരിക. ഓക്കെ സോണി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വോയിസ് ഓഫ് സ്വീറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് അമൽ മരിയ സിബി. അമൽ മോളെ, എന്നാ ഉണ്ട് വിശേഷം? സുഖം. അമൽ അവിടുന്ന് വരുമ്പോഴേ ആ ചിരി ഞാൻ കാണാൻ നോക്കിയിരിക്കുമായിരുന്നു. ഈ ചിരി കാണുമ്പോഴേ എനിക്കൊരു എന്തോ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാ കിട്ടുന്നത് ഇവിടെ നിൽക്കുമ്പോ.
ഏത് റൗണ്ടിലാണ് ഇന്ന് പാടുന്നത്? ആബേലച്ചന്റെ റൗണ്ട്. ആബിലച്ചന്റെ റൗണ്ടിൽ ഏത് പാട്ടാണ്? ജാനകിയമ്മ പാടിയ രാരിരോ പൊന്നുണ്ണി എന്നുള്ള പാട്ട്. പൊന്നുണ്ണിക്കൊരു താരാട്ട് പാട്ടാണല്ലേ? ആ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? ആ. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, റെഡിയാണ്. അപ്പൊ ആ ചിരിയൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, അതൊട്ടും കളയാതെ ഇന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത പോലെ എന്നൊക്കെ പാടാൻ അമലിന് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അമൽ, എന്തോ ചേച്ചി വരാൻ ഇച്ചിരി വൈകിയല്ലേ? ഈ താരാട്ട് കേട്ടങ്ങ് ഉറങ്ങിപ്പോയി. അതാ. നല്ല പാട്ടായിരുന്നു കേട്ടോ. Thank you. നല്ലൊരു താരാട്ട് പാട്ട്, ഉണ്ണീശോയ്ക്കുള്ള ഒരു സമ്മാനം അല്ലേ? എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? ജഡ്ജസിനോട് ചോദിക്കും. അതാണ് സേഫ്. കണ്ടോ, കുട്ടികളൊക്കെ പഠിച്ചു കേട്ടോ. എന്താണ് സേഫ്? ഞാൻ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് നല്ലത് ജഡ്ജസ് പറയുന്നല്ലേ. നമുക്ക് ചോദിക്കാം. സിസിലി, മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്? എന്ത് പറഞ്ഞു എല്ലാരും? നല്ലായിരുന്നു പറഞ്ഞു. എങ്കിലും അക്ഷര
അക്ഷരസ്ഫുടത പറഞ്ഞു അല്ലെ? അത് തന്നെ ഈ പാട്ടിൽ ഇച്ചിരി വന്നിട്ടുണ്ട്, അക്ഷരങ്ങള്. അപ്പൊ അതിനൊരു എഫേർട്ട് എടുക്കണമല്ലോ നമുക്ക്. അനുപല്ലവി കഴിഞ്ഞിട്ട് തലമുറയായി കഴിഞ്ഞു വരുന്ന വാക്കെന്നാ? പിതാക്കന്മാർ. പിതാക്കന്മാർ. അത് കേട്ടില്ല. കുറെ സ്ഥലത്ത് വാക്കുകളുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മോളൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താന്ന് വെച്ചാല് ബ്രെത്ത് മോള് കണ്ടിന്യൂസ് ആ ലൈൻ സസ്റ്റെയിൻ ചെയ്ത് പാടാനായിട്ട് ശ്രമിച്ചു. ഇടയ്ക്കത്തെ ഒരു പല്ലവിയിലാണ് ഞാനത് ശ്രദ്ധിച്ചു. ആ പല്ലവി ഒന്ന് പാടാമോ? രാരിരോ പൊന്നുണ്ണി രാരീരാരോ രാരീരോ പൊന്നുണ്ണി രാരീരാരോ. അത് പാടിയില്ല, അങ്ങനെ ബ്രെത്ത് എടുത്ത് പാടിയല്ലോ. പക്ഷെ രാരീരാരോ ഫേഡായിപ്പോയി, അവിടെ കട്ടായിപ്പോയേ. ഇച്ചിരിയും കൂടി ഒന്ന് ബ്രെത്ത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിർത്തായിരുന്നു കേട്ടോ. പിന്നെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ പാതിരാവിൽ എവിടെയാ വരുന്നത്? പാതിരാവിൽ ശരിയായില്ലാന്ന് എഴുതിയിട്ടുണ്ട്. പാതിരാവിൽ. കുളിർ കോരും പാതിരാവിൽ. പാതിരാവിൽ പാതിരാ അങ്ങനെ നമ്മൾ ഒരുപാട് വാ തുറക്കുമ്പോഴത്തേനും ഷാർപ്പ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. പാതിരാവിൽ പാതിരാവിൽ അങ്ങനെ നമ്മൾ ആക്കുമ്പോ ഷാർപ്പ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ. പിന്നെ ബെത്ലഹേമിൽ പൂത്തതല്ലേ, ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലോ പാട്ടിൽ, ആ ഭാഗത്താണ് ഒരു ചേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ അനുപല്ലവിയിലും ആ ചേഞ്ച് മോള് നന്നായിട്ട് പാടി കേട്ടോ. എല്ലാ സ്ഥലത്തും ഞാനത് നോക്കുമായിരുന്നു അത് വരുന്നുണ്ടോ, പക്ഷെ നന്നായിട്ട് പാടിയത്. എല്ലാ അനുപല്ലവിയും ചരണമൊക്കെ വളരെ ചെറുതാണ് അല്ലെ, ചെറിയ ചെറിയ വോയിസ്, പെട്ടെന്ന് തീർന്നു പോകുന്നല്ലോ തോന്നി. നിധിയല്ലേ സസ്റ്റെയിൻ ചെയ്തപ്പം ബ്രെത്ത് കിട്ടിയില്ല. ശരണമോള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ അവസാനത്തെ ആ ഹമ്മിങ് ഇല്ലേ, നല്ല ഭംഗിയായിരുന്നു കേൾക്കാൻ. സാധാരണ ഹമ്മിങ്ങിനൊക്കെ പാടുമ്പോ നമുക്കൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേക്കില്ല എന്ന് പറയുമ്പോ നമ്മൾ അധികം കേക്കില്ല. പക്ഷെ മോളുടെ വോയിസ് നല്ല ബ്രൈറ്റ് ആയിരുന്നു. ഹമ്മിങ് പാടിയപ്പോ എന്ത് രസമായിരുന്നു, നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട് കേട്ടോ. തുടങ്ങിയതും ഹമ്മിങ്ങിലല്ലേ തുടങ്ങിയത്, അതും നല്ല ഭംഗിയായിരുന്നു കേൾക്കാൻ. എനിക്കൊന്ന് മോള് നന്നായി പാടി. ഇച്ചിരി ഒന്ന് ബ്രെത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇച്ചിരിയും കൂടി ഒന്ന് മോള് അടുത്തൊരു ലെവലിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മോള് പാടിക്കൊണ്ടിരിക്കുന്ന നമ്മള് പള്ളിയിൽ പാടുന്ന ക്വയറിൽ പാടുന്ന ആ ഒരു സ്റ്റൈലില്ല. അപ്പോ അതൊന്ന് മാറി ഇച്ചിരിയും കൂടി ഒന്ന് പ്രൊഫഷണൽ ലെവലിലോട്ട്, ആ ഒരു ലെവലിൽ കാണാൻ വേണ്ടി, അത് ഗ്രാജുവൽ ആയിട്ടേ നടക്കുള്ളൂ എന്നറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. ഉരുളിയണിക്കലച്ച മോളെ അബേലച്ചന്റെ സംഗീത സുവിശേഷം എന്ന ഒരു വർക്കുണ്ട്. 20 പാട്ടുകളാണ് അതിനകത്തുള്ളത്. 20 പാട്ടിലൂടെ സുവിശേഷം മുഴുവൻ സംഗീതത്തിലാക്കി. അതിലൊരു പാട്ടാണ് മോള് പാടിയത്. ഉണ്ണീശോ ജനിച്ചു കഴിഞ്ഞപ്പോ മാതാവ് പാടുന്ന ഒരു താരാട്ടുപാട്ട്, അവിടെ ശിമിയോനൊക്കെ വരുന്നതും വിശുദ്ധ അന്ന വിശുദ്ധ ശിമിയോനൊക്കെ വന്ന് ദൈവത്തെ ഉണ്ണീശോ ആരാധിക്കുന്നതൊക്കെ ഉള്ള രംഗമാണ് മോള് പാടിയ പാട്ടിന്റെ ആശയം. അമൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. മോള് ആദ്യത്തെ ഹമ്മിങ് പാടിയപ്പോൾ മോളെ ബ്രീത്തിങ് കട്ട് ചെയ്തത് നല്ലതായിരുന്നു. ആവശ്യ സ്ഥലത്ത് മോള് കറക്റ്റ് അത്, അല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ മോള് കറക്റ്റ് ആയത് കട്ട് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ പൊന്നുണ്ണി നെയ്സിൽ മോൾക്ക് ഒത്തിരി മാറ്റാനുണ്ട്. പൊന്നുണ്ണി ഈ നാ വരുന്നിടത്തെല്ലാം ഒരു കൂടുതൽ നെയ്സിൽ വരുന്നുണ്ട്. ആ പൊന്നുണ്ണി വ്യത്യാസമില്ല രണ്ടും തമ്മില്. ചില ടെക്നിക്കൽ പ്രോബ്ലം മോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചില കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. താങ്ക് യു അച്ഛ. അൽഫോൻസേട്ടാ. കൊള്ളാം, മോൾക്ക് പറ്റിയൊരു പാട്ടായിരുന്നു. അച്ഛൻ നേരത്തെ പറയായിരുന്നു, ജാനകമ്മ ഈ പാട്ട് പാടിയപ്പോഴും ഒരു കുഞ്ഞുങ്ങളുടെ ഫീൽ തന്നെയാണ്. ജാനകമ്മയുടെ വോയിസ് തന്നെ വളരെ എന്താ പറയാ, ഇന്നസെൻസും ഒരു പ്രായം വളരെ കുറഞ്ഞ ഒരു ഫീലാണുള്ളത്. പക്ഷെ ഈ പാട്ടില് ശരിക്കും ഒരു കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ ഫീൽ വെച്ചുകൊണ്ടാണ് ഈ പാട്ട്. ഇപ്പൊ മോൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ പാടിയതിനകത്ത് അച്ഛൻ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ കൂടുതലായിട്ടും എഴുതിയത്. നെയ്സൽ ഇഫക്റ്റ് വരുന്നുണ്ട് പാടുമ്പോൾ, പ്രത്യേകിച്ച് നിധിയല്ലേ ആ ലൈൻ ഒന്ന് പാടാവോ? അനുപല്ലവിയുടെ എൻഡില് ദൈവം തന്ന നിധിയല്ലേ നിധിയല്ലേ
അത് ഈ മൂക്ക് വരുമ്പോഴത്തേക്കും നിധി അല്ലേ അങ്ങനെ പാടാനുള്ള ഒരു ടെൻഡൻസി വരും. അല്ലേ എന്ന് പറയാൻ. അപ്പൊ അവിടെ നിന്ന് ശ്രദ്ധിക്കണം. അൽ അൽ വരാതെ അല്ലേ കേട്ടോ. പഠിക്കേ. ദൈവം തന്ന നിധിയല്ലേ. ഇപ്പൊ കറക്റ്റായി. മനസ്സിലായോ? നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് അതിനകത്തൊരു ഇഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആക്കാനായിട്ട് പറ്റും. അതുപോലെ പല്ലവിയിലൊരു തളിരിട്ട ആ ലൈനും കൂടി ഒന്ന് പാടിയേക്കാം. തളിരിട്ട കിനാവല്ലേ കതിരിട്ട വാഗാനം ബേത്ലഹേമിൽ പൂത്തതല്ലേ. അപ്പോ മോളൊരു ഒരു ഡൈനാമിക്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യം, അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അതിന്റെ ഏറ്റക്കുറിച്ചില് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് കൂടുതലാവാനും പാടില്ല, അങ്ങനെ ഒത്തിരി കൂടുതലാവാൻ പാടില്ല. അതിന്റെ ഒരു കൺട്രോൾഡ് ഒരു വേർഷനിലേക്ക് വന്നാൽ വളരെ മനോഹരമായിരിക്കും കേട്ടോ. പിന്നെ ഈ പാട്ടിന്റെ ലാസ്റ്റ് ലൈൻ അതില് സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നോട്ടല്ല വരുന്നത്, ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള നോട്ടാണ് വരുന്നത്. അപ്പൊ അതിനൊരു ചെറിയൊരു ഫീല് കൊടുക്കാം. ഈ നോട്ടുകൾ വരുന്നുണ്ട് ചില അത് നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാന്ന് ഇൻ ദ സെൻസ് വോളിയം കൂട്ടിയിട്ടല്ല, ബേബി വോളിയം കുറച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും നല്ല ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഭാഗത്തുനിന്ന് സോഫ്റ്റ് ആക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആവും. അങ്ങനെയുള്ള കുറെ പോർഷൻസ് നോക്കാം. പിന്നെ അനുപല്ലവിയുടെ എൻ്റെ ഒരു രാരി രാരോ പാടി നിർത്തിയില്ലേ, അവിടെ ഒരു ചെറിയൊരു പിച്ചിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന ഒരു കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അതിനകത്തോട്ട് കേട്ടോ. പക്ഷെ കഴിഞ്ഞതിൽ നിന്നും വളരെയധികം ഡിഫറൻസ് വന്നിട്ടുണ്ട്, ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. അമൽ ഇംപ്രൂവ് ചെയ്തല്ലോ. പിന്നെ ഇങ്ങനെ തന്നെ ഇംപ്രൂവ് ചെയ്ത് അടുത്ത റൗണ്ട്സിലും പോവാല്ലേ. ഇനി എന്താ വേണ്ടേ? മാർക്സ് ചോദിക്കാം. സിസിലി. $7.5 out of 10. ഉരുളിയനിക്കലച്ച. $7.5 again. Alphonseta. വീണ്ടും 7.5 and the total score is 22.5 out of 30. നല്ല സ്കോറാണ്, നല്ലൊരു റേഞ്ചിൽ വരുന്നൊരു സ്കോറാണ്. പക്ഷെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, അമലിന് ടാലന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിച്ചാൽ ഇനി അടുത്ത റൗണ്ട്സിൽ തീർച്ചയായിട്ടും നല്ല സ്കോർ മേടിക്കാം അല്ലെ. ഇതിലും നല്ല സ്കോർസ് മേടിക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് ഇതുപോലെ തന്നെ ശ്രമിക്കുക. ഈ അച്ഛൻ പറഞ്ഞ എക്സസൈസ് അത് ഉറപ്പായിട്ടും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് തീർച്ചയാക്കാം. അപ്പൊ അമൽ ഇനി അടുത്ത റൗണ്ട്സിലേക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരുങ്ങി വരാൻ നമുക്കും പ്രാർത്ഥിക്കാം, അമലും പ്രാർത്ഥിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ദി ഫ്യൂച്ചർ റൗണ്ട്സ്. താങ്ക് യു. ഇനി വരുന്നത് നമ്മുടെ മ്യൂസിക് ഫേസ് എന്ന സെഗ്മെന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് അടുത്ത രണ്ട് കണ്ടസ്റ്റന്റ് സമേറ ഡേവിസ് ആൻഡ് സോണിയ സണ്ണി. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. അങ്ങനെ മ്യൂസിക് ഫേസിന് വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമലിനോടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉരുളിയനിക്കലച്ച പ്ലീസ്. അമൽ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ദൈവരൂപിയെ സ്നേഹജ്വാലയായി. എല്ലാരും കേട്ടില്ലേ? നല്ലൊരു പഠിക്കുന്ന സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാഴിടൂ. ചോദ്യം ഇതാണ്, ആരാണ് ഈ പാട്ട് എഴുതിയത്? ഒന്ന് ഫാദർ ചെറിയാൻ കുനിയന്തോടത്ത്, ഒത്തിരി പാട്ട് എഴുതിയ അച്ഛനാണ്. രണ്ട് ജോസഫ് ഓളയ്ക്കൽ,
അദ്ദേഹം ധാരാളം പാട്ട് എഴുതിയിട്ടുണ്ട്. 3 ഫാദർ ജോബ് കൂട്ടുങ്കൽ. ഫാദർ ജോബ്. കറക്റ്റ്, ഫാദർ ജോബ് കൂട്ടുങ്കൽ. യെസ് ആയിരുന്നോ? എന്നാലും റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. അമൽ, യു ഹാവ് ഗോട്ട് 1 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമയറേക്കുള്ളതാണ്. അൽഫോൺസ് ഏട്ടാ. ഒരു വെസ്റ്റേൺ മ്യൂസിക്കും ഇന്ത്യൻ മ്യൂസിക്കും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. പാശ്ചാത്യ സംഗീത മേഖലയിൽ, അതായത് വെസ്റ്റേൺ മ്യൂസിക്കിൽ നിന്നും ദക്ഷിണേന്ത്യൻ സംഗീതത്തിലേക്ക്, സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിലേക്ക് കടമെടുക്കപ്പെട്ട് പിന്നീട് ഒരു പ്രധാന അക്കമ്പനിങ് ഇൻസ്ട്രുമെന്റ് ആയി മാറുകയും ചെയ്ത സംഗീതോപകരണം. ഓപ്ഷൻസ് പറയാം. 1 വീണ, 2 ഗിറ്റാർ, 3 വയലിൻ. വീണ. അടുത്ത ആള് പറയാം. ഗിറ്റാറാണ്. ഗിറ്റാർ. അടുത്ത ആള്. ഇനിയിപ്പോ ഒരെണ്ണേ ഉള്ളൂ, അതാണ്. വീണ പാശ്ചാത്യ ഇൻസ്ട്രുമെന്റ് അല്ല, ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഗിറ്റാർ പാശ്ചാത്യ ഇൻസ്ട്രുമെന്റ് ആണ്, പക്ഷെ സൗത്ത് ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് അത് ഉപയോഗിച്ചിട്ടില്ല. ഗിറ്റാർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റേ ഉള്ളൂ. എന്താണ്? വയലിൻ. വയലിൻ പാശ്ചാത്യ ഇതിൽ നന്നായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. കർണാട്ടിക് മ്യൂസിക്കില് അവിഭാജ്യ ഘടകം പോലെ തന്നെ ഒരു അക്കമ്പനിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോ വയലിനാണ് ഉത്തരം. ആർക്കും മാർക്കില്ല. ആർക്കും മാർക്കില്ല. സോ സമയരുടെ ചാൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ചാൻസ് ഗോസ് ടു സോണിയ സണ്ണി. സിസിലി. സോണിയ, അപ്പോ സെയിന്റ് സിസിലിയ അറിയാലോ അല്ലെ? എന്തിന്റെ മധ്യസ്ഥയാണ് സെയിന്റ് സിസിലിയ? ഗായക മധ്യസ്ഥ. സെയിന്റ് സിസിലിയ ഫീസ്റ്റ് എന്നാണെന്നാണ് എന്റെ ചോദ്യം. ഓപ്ഷൻസ് തരാം. 3 ഡേറ്റുകളാണ് കേട്ടോ. ഓപ്ഷൻ 1 November 10, ഓപ്ഷൻ 2 December 5, ഓപ്ഷൻ 3 November 22. November 22. റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. അങ്ങനെ ഇപ്പോ മാർക്സ് നോക്കുമ്പോ സോണിയയ്ക്കും അമലയ്ക്കും ഓരോ പോയിന്റ് വീതം ഉണ്ട്. അതുകൊണ്ട് ഒരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ. അച്ഛാ, ഒരു കാഴ്ചവെപ്പ് ഗാനമുണ്ട്, ഞാനും എനിക്കുള്ളതല്ല. അറിയാമോ അത്? അതെല്ലാം എത്ര നല്ല പാട്ടുകളാണല്ലേ, നമ്മൾ ഇന്നും പാടുന്ന പാട്ടുകളാണ്. ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ്? 3 പേരുടെ പേര് പറയാം. ജെറി അമൽദേവ്, പ്രിൻസ് ജോസഫ്, ബേണി ഇഗ്നീഷ്യസ്. 3 പേര് ഒത്തിരി പാട്ട് നമുക്ക് നൽകി വരാം. ജെറി അമൽദേവ്, പ്രിൻസ് ജോസഫ്, ബേണി ഇഗ്നീഷ്യസ്. പെട്ടെന്ന് പറയണം, ആദ്യം പറഞ്ഞവർക്ക്. കറക്റ്റ്. റൈറ്റ് ആൻസർ. അപ്പൊ അമലിനാണ് 2 പോയിന്റ് കിട്ടിയിരിക്കുന്നത്. സോ ദ വിന്നർ ഈസ് അമൽ മരിയ സിബി. കൺഗ്രാറ്റുലേഷൻസ്. അമലിനുള്ള മെമന്റോ സിസിലി തരുന്നതായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ് അമൽ. അമലിനൊരു ലക്കി ഡേ ആയിരുന്നല്ലോ, നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് പാടാൻ പറ്റിയ, കുഴപ്പമില്ലാത്തൊരു സ്കോർ കിട്ടി. ദേ ഇപ്പോ മ്യൂസിക് ക്വിസിന്റെ വിന്നറും ആയിരിക്കാണ്. എന്താ പറയാനുള്ളത്? സന്തോഷം. ദൈവത്തിന് നന്ദി. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും കാത്തിരിക്കുക. ഗുഡ് ബൈ. ശ്രുതി ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റണം. നമ്മൾ പാടുന്നത് നമ്മൾ കേൾക്കണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മളുടേതായ രീതിയിൽ പോവും, അത് വേറെ വഴിക്ക് പോവും. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകണം. മോൾ ഇത്രയെങ്കിലും പാടിയല്ലോ, അത് ഈ പാട്ട് എടുക്കാനും ഈ പാട്ട് പാടാനും ഒക്കെ ഒരു ധൈര്യം കാണിച്ചല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. മോളുടെ സിംഗിങ്ങിന്റെ ചില പ്രത്യേകതകളുണ്ട്, മോൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാനൊരു പാട്ടുകാരിയാണ്, എനിക്ക് അങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് ചില അനാവശ്യമായ
തിങ്സും അല്ലെങ്കിൽ ഓർണമെന്റേഷൻസും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല.